വെൽക്കം ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് സ്നേക്ക് ആൻഡ് ദി മിറർ, റിട്ടൺ ബൈ നൺ അതർ ദാൻ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയാത്ത മലയാളികൾ ആരും തന്നെയില്ല. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാഷയിൽ മലയാളം, പ്രത്യേകിച്ചും മലബാർ മലയാളം ഭാഷയിൽ ഏറ്റവും കൂടുതൽ ചെറുകഥകളും നോവലുകളും എഴുതി നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ ഗ്രാമീണ ഭാഷയും അല്ലെങ്കിൽ മലബാർ മുസ്ലിം ഭാഷയും അദ്ദേഹത്തിൻ്റെ ശൈലിയും എഴുത്തിൻ്റെ രീതിയും എല്ലാം തന്നെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ചെറുകഥയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമുക്ക് 10ാം തരം ഇംഗ്ലീഷ് പാഠാവലിയിൽ നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്റർ. അപ്പോൾ സ്നേക്ക് ആൻഡ് ദി മിറർ, റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനകത്ത് നമ്മുടെ ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്, ഒരു ഹോമിയോ ഡോക്ടറാണ്. അപ്പം അധികമൊന്നും ആയിട്ടില്ല, അദ്ദേഹം പഠിച്ചിറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ഇനീഷ്യൽ സ്റ്റേജസിലാണ്. അപ്പോൾ ഹീസ് നോട്ട് ദാറ്റ് ഫേമസ് ആസ് വെൽ. അപ്പോൾ അദ്ദേഹം അനുഭവിച്ച കുറച്ച് സീരീസ് ഓഫ് ഇവൻറ്റ്സ്, ഒരു തുടർച്ചയായി നടന്ന കുറച്ച് സംഭവങ്ങളും അത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ഷോർട്ട് സ്റ്റോറിയിൽ കാര്യമായിട്ട് പറയുന്നത്. ഒരു ഹോമിയോ ഡോക്ടർ, he was not that famous at that time. He was in his initial stages as a doctor. അതിനുശേഷം അദ്ദേഹം ആ പ്രാക്ടീസ് എല്ലാം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു ലോഡ്ജിൽ താമസിക്കുന്ന സമയത്ത് he had to encounter a situation. അപ്പോൾ ആ സിറ്റുവേഷൻ അദ്ദേഹം എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നും ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നോക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരുപാട് പുതിയ വാക്കുകൾ കിട്ടും, ഒരുപാട് യൂസേജസ് കിട്ടും. അപ്പം ഇതെല്ലാം ഓർത്ത് വയ്ക്കുക. നമ്മളൊരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോസോ പോയം ഏതോ ആയിക്കോട്ടെ, അതിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി നമ്മൾ ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതായിരിക്കണം. സെക്കൻഡ് തിങ്, നമുക്ക് നമ്മുടെ വെക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വെക്കാബുലറിയിലേക്ക് പുതിയ പുതിയ വേർഡ്സ് ആഡ് ചെയ്യാൻ പറ്റണം. ഓരോ പുതിയ വാക്ക് പഠിക്കുമ്പോഴും ഹൗ ക്യാൻ വി പ്രൊനൗൺസ് ദാറ്റ് വേർഡ്, അതേപോലെ തന്നെ ആ വാക്ക് ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാം, ആ പെർട്ടിക്കുലർ വേർഡ് ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ മീനിങ്ങിൽ എന്തൊക്കെ വ്യത്യാസം വരും, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ, നമ്മുടെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ആ സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷ് നമുക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് യൂസേജ് വേണം. എസ്പെഷ്യലി ഇത്തരം കഥകളും കവിതകളും പഠിക്കുന്ന സമയത്ത് അതിന് പുതിയ വാക്കുകളും അതിൻ്റെ മീനിങ്ങും ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ കാണിക്കും. എന്നാലേ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവും. വേറെ മാജിക് ഒന്നുമില്ല ഇംഗ്ലീഷ് പഠിക്കാൻ. സോ ഈ ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് കിടക്കാം. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ്സെൽഫ് അറൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി എ ഫുൾ ബ്ലഡഡ് കോബ്ര? ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ്സെൽഫ് അറൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി എ ഫുൾ ബ്ലഡഡ് കോബ്ര? All of us fell silent. The question came from the homeopath. The topic came up when we were discussing the snakes. We listened attentively as the doctor continued with the tale. Initial stages തന്നെ അല്ലെങ്കിൽ ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി മച്ച് ക്ലിയർ ദാറ്റ് സം പീപ്പിൾ ആർ ഹാവിങ് എ ഡിസ്കഷൻ. അല്ലേ, ഒരു ഡിസ്കഷൻ അവരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡിസ്കഷന്റെ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ആരോ ഒരാൾ ഉന്നയിക്കുകയാണ്. ഒരു ഹോമിയോ ഡോക്ടറാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ എല്ലാവരും സൈലന്റ് ആയി. അദ്ദേഹത്തിന്റെ കഥ തുടങ്ങുന്നത് ഒരു ചോദ്യത്തിലൂടെയാണ്. ആ ക്വസ്റ്റ്യൻ അല്ലെ, ഒരു ഫുൾ ബ്ലഡഡ് കോബ്ര, പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു കോബ്ര എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ചുറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യത്തോടു കൂടി ആ ഒരു അത്ഭുതം, ആ ഒരു ജിജ്ഞാസയിൽ എല്ലാവരും വളരെ ആങ്ഷ്യസ് ആയിട്ട് മിണ്ടാതിരുന്നു, അദ്ദേഹം അതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. അപ്പം ആ ഡോക്ടർ പറയുന്ന കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരാണ് കഥയ്ക്കകത്ത് ഉള്ളത്. അപ്പോൾ നമ്മുടെ സെറ്റിംഗ് അതാണ്. ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുകയാണ്. ഇനി സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോകുന്ന സമയത്ത്, ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that the rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. It was a hot summer night about 10 o'clock. അല്ലേ, ഒരു വേനൽക്കാലത്തുള്ള ഒരു എന്താ പറയുക, ഉഷ്ണം അധികമായിട്ടുള്ള സമയത്തുള്ള ഒരു രാത്രിയായിരുന്നു. ഏകദേശം സമയം ഇറ്റ് വാസ് അറൌണ്ട് 10 o'clock. I had my meal at the restaurant and returned to my room. ഞാൻ എൻ്റെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ നിന്ന് റൂമിലേക്ക് തിരിച്ചു വരികയാണ്.
ഐ ഹേർഡ് എ നോയ്സ് ഫ്രം അബവ് ആസ് ഐ ഓപ്പൺ ദി ഡോർ. അപ്പോൾ ആ ഡോറ് തുറന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. അപ്പോൾ എനിക്ക് വളരെ പരിചയമുള്ള ഒരു ശബ്ദമാണ്. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. അടുത്ത വരി പറയുന്നത് വൺ കുഡ് സേ ദാറ്റ് ദ റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. അപ്പോൾ ഞാനും എലികളും ഒരുമിച്ചാണ് റൂമിൽ പലപ്പോഴും താമസിച്ചിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തൊട്ട് മുമ്പ് മെൻഷൻ ചെയ്തിട്ടുള്ള ദാറ്റ് പെർട്ടിക്കുലർ സൗണ്ട് വാസ് മെയ്ഡ് ബൈ ദ റാറ്റ്സ് അല്ലേ. അപ്പോൾ ആ ശബ്ദം ഉണ്ടാക്കിയിരുന്നത് ആരാണ്? എലികളായിരിക്കും. ഐ took out my box of matches and lighted the kerosene lamp on the table. ബോക്സ് ഓഫ് മാച്ചസ്, തീപ്പെട്ടി അല്ലേ. തീപ്പെട്ടി എടുത്ത് മുറിയിൽ ടേബിളിന്റെ മേലെ ഉണ്ടായിരുന്ന മണ്ണെണ്ണ വിളക്കിൽ ഞാൻ കത്തിച്ചു. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഇലക്ട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ വൈദ്യുതീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ സ്മോൾ റെന്റഡ് റൂം. ഐ ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിംഗ്സ് വർ മീഗർ. അപ്പോൾ ഞാൻ എന്താണ് ജസ്റ്റ് എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ റൂമും കാര്യങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തതാണ്. അപ്പോൾ എൻ്റെ വരുമാനം എന്ന് പറയുന്നതും വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമായിരുന്നു. മൈ ഏർണിംഗ്സ് വർ മീഗർ. മീഗർ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് മീഗർ. ഐ ഹാഡ് അബൌട്ട് 60 rupees in my suitcase, along with some shirts and dhotis. I also possessed one solitary black coat which I was then wearing. അപ്പോൾ എന്താണ്, ഐ ഹാഡ് 60 rupees in my suitcase. എൻ്റെ സൂട്ട്കേസിൽ എനിക്ക് ആകെ 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ സമ്പാദ്യം എന്ന് പറയാം. along with some shirts and dhotis. അല്ലെ, കൂടെ കുറച്ച് ഷർട്ട്സും അതേപോലെ ധോത്തി മുണ്ടുകളും ഉണ്ടായിരുന്നു. I also possessed one solitary black coat which I was then wearing. സോളിറ്ററി, ഏകാന്തമായ, ഒറ്റയ്ക്കുള്ള. അപ്പോൾ ഒരൊറ്റ കോട്ടേ പുള്ളിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ കോട്ടാണ് പുള്ളി അന്നേരം ധരിച്ചിരുന്നത്. I took off my black coat, white shirt and not so white vest and hung them up. I opened the two windows in the room. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. അപ്പോൾ എൻ്റെ കറുത്ത കോട്ട്, ഐ took off my black coat and white shirt and not so white vest. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിറ്റുവേഷന് ഫിനാൻഷ്യലി അദ്ദേഹത്തിൻ്റെ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ അദ്ദേഹത്തെ നല്ല വസ്ത്രം ധരിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അവിടുന്ന് തന്നെ വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐ took off my black coat. ആ ബ്ലാക്ക് കോട്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് വാസ് ദ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. ആകെ ഒരൊറ്റ ബ്ലാക്ക് കോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നല്ല ഊരി. വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് അല്ലെ, ഒരു വെള്ള ഷർട്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നോട്ട് സോ വൈറ്റ് വെസ്റ്റ്, VEST വെസ്റ്റ്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജെൻസ് ഒക്കെ ഉള്ളിൽ ധരിക്കുന്ന ബനിയനെയാണ് നമ്മൾ എന്ന് പറയാം വെസ്റ്റ് എന്ന് പറയാം. I opened the two windows in the room. It was an outer room with one wall facing the open yard. അപ്പോൾ രണ്ട് വിൻഡോസും ഞാൻ അവിടെ തുറന്നു. It was an outer room with one wall facing the open yard. അപ്പോൾ പുറത്തേക്ക് ഉള്ളൊരു റൂമായിരുന്നു അത്. ശരിക്കും എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത റൂമായിരുന്നിരിക്കണം. അപ്പോൾ അത് പുറത്തുള്ള മുറ്റത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിന്നിരുന്നത്. It had a tiled roof with long supporting gables. അപ്പോൾ ടൈൽഡ് റൂഫ്, റൂഫ് ടൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിലം ടൈൽ ചെയ്യുന്ന പോലെയൊന്നല്ല. റൂഫ് ടൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓടാണ് ഇവിടെ ടൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓടിട്ട ഒരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ എന്താണ്, ഒരു മേൽക്കൂര, ഗേബിൾസ്. ഗേബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രികോണം പോലെയുള്ള ഒരു ഭാഗം ഉണ്ടാവും ഓടിട്ട മേൽക്കൂരയ്ക്ക്, അതിനാണ് ഗേബിൾസ് എന്ന് പറയുന്നത്. ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വോൾ. അത് വോൾ ബീമിന്റെ മേലെ, അതായത് ചുറ്റുണ്ടായിരുന്ന 4 മതിലിന്റെ മേലെ അല്ലെങ്കിൽ ചുമരിന്റെ മേലെയാണ് ആ വി ഷേപ്പിലുള്ള മേൽക്കൂര ഉണ്ടായിരുന്നത്. നമുക്കറിയാമല്ലോ, നമുക്ക് കണ്ട് പരിചയമുള്ള കാര്യമാണ്. There was no ceiling. സീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓടിന്റെ മേലെ കൂടെ എന്ത് പോയി കഴിഞ്ഞാലും നമ്മൾ അറിയും. അതേപോലെ തന്നെ സീലിംഗ് ഒന്നും ചെയ്ത് അങ്ങനെ വലിയൊരു നല്ല റൂമൊന്നും ആയിരുന്നില്ല. There was a regular traffic of rats to and from the beam. എപ്പോഴും എലികൾ ആ ചുമരിന്റെ മേലെ കൂടി, മേൽക്കൂരയുടെ സൈഡിൽ കൂടി, ചുമരിന്റെ ആ ഭാഗത്ത് കൂടി എപ്പോഴും ഓടി കളിക്കുമായിരുന്നു. I made my bed and pulled it too close to the wall. I lay down but I could not sleep. അപ്പോൾ ഞാൻ എൻ്റെ ബെഡൊക്കെ വിരിച്ചു. ഞാൻ മെല്ലെ ചുമരിനോട് ആ ബെഡ് ചേർത്തിട്ടിട്ട് ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. കിടന്നു, പക്ഷേ I could not sleep. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. I got up and went to the veranda for a little air. ഞാൻ എന്ത് ചെയ്തു, ഇന്ന് മെല്ലെ വാല് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ വരാന്തയിൽ നിന്ന് കുറച്ച് ശുദ്ധവായു ശ്വസിക്കാമെന്ന് വിചാരിച്ചു. അയാൾക്ക് എന്തോ ചില കാരണങ്ങളുണ്ട് ആ ദിവസം ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. He was not able to sleep. But the wind god seemed to have taken time off. അപ്പോൾ എന്താണ്, കാറ്റ് പോലും അടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ രസകരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. But the wind god seemed to have taken time off. അപ്പോൾ എന്താണ്, അന്ന്
കാറ്റിന്റെ ദേവൻ അവധിയായിരുന്നിരിക്കണം എന്നാണ് അദ്ദേഹം ആലോചിച്ചത്. അതായത് ഒരു കാറ്റ് പോലും അടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ I went back into the room and sat down on the chair. I opened the box beneath the table and took out a book, the Materia Medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside mirror. അപ്പോൾ എന്താണ്, അദ്ദേഹം റൂമിനകത്തേക്ക് തന്നെ തിരിച്ചു ചെന്ന് കസാരയുടെ മേലെ ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ടേബിളിനടിയിലുണ്ടായിരുന്ന ഒരു പുസ്തകം എടുത്തു, ദ മെറ്റീരിയ മെഡിക്ക. ആൻഡ് ഐ ഓപ്പൺ ദ ടേബിൾ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ, എ സ്മോൾ കോം ലേ ബിസൈഡ് ദ മിറർ. അപ്പോൾ അവിടെ നിന്ന് ഒരു കണ്ണാടിയും അതേപോലെ തന്നെ മുടിയൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചീപ്പും എടുത്തു. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ്സ് നിയർ. അല്ലെ, ഒരു കണ്ണാടി എടുത്തിട്ടായിരിക്കുന്ന സമയത്ത് ആർക്കും ആ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കാൻ തോന്നും. അപ്പോൾ അതേപോലെ തന്നെ പുള്ളി ഒന്ന് നോക്കി. I took a look. In those days, I was a great admirer of beauty and I believed in making myself look handsome. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ ഞാൻ എന്തായിരുന്നു, I was a great admirer of beauty. അതായത് സൗന്ദര്യത്തിനെ വല്ലാതെ ആരാധിക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ. ആയിരുന്നു എന്നാ പറഞ്ഞത്. I was a great admirer of beauty. അപ്പോൾ എന്താണ്, ഓബിയസ്ലി ഇപ്പം അല്ലാണ്ടിരിക്കണം അല്ലേ. ഇപ്പോൾ എന്താണ്, ചിലപ്പോൾ തിരിച്ചറിവ് വന്നിട്ടുണ്ടാകാം. Yes, and I believed in making myself look handsome. അപ്പോൾ എന്താണ്, ഞാൻ എപ്പോഴും വളരെ ഹാൻസം ആയിട്ട് കാണപ്പെടണമെന്ന് കൂടി ആഗ്രഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അതായത് അയാളൊരു ഡോക്ടറാണ്, സോ ഹി മസ്റ്റ് ബി ഹാൻസം അല്ലേ. അദ്ദേഹത്തെ വെൽ ഡ്രസ്ഡ് ആയിട്ട് നന്നായിട്ട് മുടിയൊക്കെ ശീലി സൗന്ദര്യം നല്ലപോലെ കാത്തു സൂക്ഷിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ള ഒരാളായിരുന്നു. I was unmarried and was a doctor. ഞാൻ ബാച്ചിലറാണ്, അതല്ലേ, കല്യാണം കഴിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഞാനൊരു ഡോക്ടറുമാണ്. സോ ഐ ഷുഡ് ലുക്ക് ഗുഡ് അല്ലേ. അപ്പം ഞാൻ എന്തായാലും എന്തായിരിക്കണം, വളരെ ഭംഗിയായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് ആ സമയത്ത് നിർബന്ധമായിരുന്നു. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again I heard that sound from above. അപ്പോൾ എന്താണ്, ഞാൻ ആ ചീപ്പ് എടുത്തിട്ട് എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് ചീകി. പാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെറുവ് എടുക്കുക എന്നൊക്കെ പറയില്ല. മുടി രണ്ട് ഭാഗത്തേക്ക് ചീകി കൊടുക്കുമ്പോൾ നടുവിലുണ്ടാകുന്ന ഒരു വര പോലെയാണ് പാർട്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ നെറുവ് എടുക്കുക എന്നൊക്കെ പറയും നാടൻ ഭാഷയിൽ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, അപ്പോൾ ഈ ഒരു ചിന്താഗതി പുള്ളിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. നല്ല സൗന്ദര്യാരാധകനാണ്. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം നാലാളെ മുമ്പിൽ കാണിക്കണമെന്ന് ഷോ ഓഫ് ചെയ്യണമെന്ന് വളരെ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളായിരുന്നു. കാരണം അദ്ദേഹം ഈ വാസ് ഡോക്ടർ ആസ് വെൽ ആസ് എ ബാച്ചിലർ അല്ലെ. ഒരു ബാച്ചിലർ ആയിരുന്നു, കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഒരു ഡോക്ടറും ആയിരുന്നു. അതുകൊണ്ട് എവിടെ ചെന്നാലും അദ്ദേഹത്തിന്റെ പ്രസൻസ് എല്ലാവർക്കും ഒന്ന് ഫീൽ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. സോ അപ്പൊ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് പുറപ്പെടാൻ ഇരിക്കുമ്പോൾ പോലും അഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം ഹോം. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ആ ശബ്ദം മേലേന്ന് കേട്ടു. നേരത്തെ നമ്മൾ എലികളുടെ ആണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ആ സൗണ്ട് വീണ്ടും കേൾക്കാനിടയായി. I took a close look at my face in the mirror. അതൊന്നും മൈൻഡ് ചെയ്തില്ല, ബാക്കി ശബ്ദങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ പുള്ളി എന്ത് ചെയ്യാണ്, പുള്ളി കണ്ണാടിയിൽ ഒന്നുകൂടി ഒന്ന് തൻ്റെ മുഖം നോക്കി. ഐ മേഡ് എൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുത്തു. എന്താണ്, ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ഞാൻ ഡെയിലി ഷേവ് ചെയ്യണം. അതായത് മുഖം വളരെ ക്ലീൻ ഷേവ് ആയിട്ട് വളരെ വൃത്തിയായിട്ടിരിക്കണം. ആൻഡ് ഐ ഷുഡ് ഗ്രോ എ തിൻ മൊസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. അപ്പോൾ എന്താണ്, വളരെ മെലിഞ്ഞ നേർത്ത വര പോലെയുള്ള ഒരു മീശ അതുകൂടി ഞാൻ വളർത്തണം. എന്നിരുന്നാലും ഞാൻ ഒരു സുന്ദരനാവുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത പുള്ളിക്ക് വന്നു അല്ലെ. തിൻ മൊസ്റ്റാഷ് നമ്മൾ ഈ പഴയ പ്രേം നസീറിന്റെ സിനിമയിലൊക്കെ കാണാറുണ്ട്. അപ്പം അതേപോലെ നേർത്ത അല്ലെ, പഴുതാര മീശ എന്നൊക്കെ കളിയാക്കി പറയാറുണ്ട്. അതേപോലെ ഒരു മീശയും കൂടി വെക്കണം എന്ന് പുള്ളിയൊക്കെ തീരുമാനിക്കുകയാണ്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ അല്ലെ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്താണ്, ഒരു ബാച്ചിലറാണ്, അതേപോലെ ഞാനൊരു ഡോക്ടർ കൂടിയാണ്. അപ്പം എന്തായാലും ഞാൻ വളരെ ഭംഗിയായി ഹാൻസം അല്ലെ. ആണുങ്ങളെ വളരെ ഭംഗിയുള്ള രീതിയിൽ ആണുങ്ങൾ കാണപ്പെടുന്ന സമയത്ത് നമ്മൾ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഭിനന്ദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹാൻസം. പെൺകുട്ടികളാവുന്ന സമയത്ത് നമ്മൾ ബ്യൂട്ടിഫുൾ, പ്രെറ്റി എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആണുങ്ങൾക്ക് പൊതുവേ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ഹാൻസം എന്നാണ് യൂസ് ചെയ്യുക. പക്ഷെ ആണായാലും പെണ്ണായാലും ചെറിയ കുഞ്ഞാവുന്ന സമയത്ത് നമ്മൾ ബ്യൂട്ടിഫുൾ, ക്യൂട്ട് എന്നൊക്കെയാണ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാറ്.
I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. I would always keep that attractive smile on my face to look more handsome. I was after all a bachelor and a doctor, two on top of it. I looked into the mirror and smiled. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ തന്നെ മതിമറന്നിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു നോക്കുകയാണ്. I looked into the mirror and smiled. It was an attractive smile. അപ്പോൾ സ്വയം അദ്ദേഹം അഡ്മയർ ചെയ്യുകയാണ്. അതായത് ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. അദ്ദേഹം കണ്ണാടിയിൽ നോക്കി ചിരിച്ചാൽ ശരി വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് തന്നെ തോന്നുകയാണ്. ഐ മേഡ് another earth shaking decision. അല്ലെ, ഭൂമി കുലുക്കം അല്ലേ, അതേപോലെയുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുക്കുകയാണ്. എന്താണ്? ഐ വിൽ ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. അല്ലെ, വളരെ ഭംഗിയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയ, അട്രാക്റ്റീവ് ആണ്, എല്ലാവരും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തരത്തിലുള്ള ചിരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയ ആ ചിരി എപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ടു ലുക്ക് മോർ ഹാൻസം. അല്ലെ, ആ ചിരി കൂടി ആവുന്ന സമയത്ത് അയാൾ കൂടുതൽ സുന്ദരനായിട്ട് കാണപ്പെടുന്ന അയാൾ സ്വയം തീരുമാനിക്കുകയാണ്. I was after all a bachelor and a doctor on top of it. Oh, I was after all a bachelor and a doctor. ഈ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ത്രൂ ഔട്ട് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് ഞാനൊരു ഡോക്ടറാണ്, ഇല്ല ഞാനത് പോരാനത്തെ തന്നെ ഞാനൊരു ബാച്ചിലർ കൂടിയാണ്. അപ്പം എന്തുകൊണ്ടും ഞാൻ ഈ സൗന്ദര്യം സംരക്ഷിക്കണം, അല്ലെങ്കിൽ വളരെ സുന്ദരനായിട്ട് എല്ലാവരും മുമ്പിലും പ്രത്യക്ഷപ്പെടണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ ചിന്തയാണ് അദ്ദേഹത്തിന്റെ മൈൻഡിൽ മൊത്തം കിടക്കുന്നത്. ഒരു ബാച്ചിലറാണ്, പോരാത്തതിന് ഞാനൊരു ഡോക്ടറാണ്. അതിൽ അദ്ദേഹം ഒരുപാട് അഭിമാനം കൊണ്ടിട്ടുണ്ടായിരുന്നു. ഈവൺ ദോ ഹി ഡിഡ്ന്റ് ഹാഡ് ഇനഫ് പേഷ്യൻസ്, ഒരുപാട് പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ ഒരു കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെറിയൊരു അഹങ്കാരം പോലെയെങ്കിലും വളർന്നിട്ടുണ്ടായിരുന്നു. Again came that noise from above. വീണ്ടും നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശബ്ദം കേൾക്കുകയാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, മൈൻഡ് ചെയ്തിട്ടില്ല. I got up, lit a beedi and paced up and down the room. അപ്പം ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ബീഡി എടുത്ത് കത്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. Then who had plenty of money and a good medical practice. അപ്പോൾ വളരെയധികം മെഡിക്കൽ പ്രാക്ടീസുള്ള, നല്ല കാശുമുള്ള ഒരു ലേഡി ഡോക്ടറെ ഞാൻ കല്യാണം കഴിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. അവള് തടിച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ലേഡി ഡോക്ടർ തടിച്ചിട്ടായിരിക്കണം. ഫോർ എ വാലിഡ് റീസൺ. വളരെ ന്യായീകരിക്കാൻ പറ്റുന്ന വാലിഡ് ആയിട്ടുള്ളൊരു റീസൺ കൂടി അദ്ദേഹം പറയുന്നു. എന്താണ്? ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, she should not be able to run after me and catch me. വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ആണ് പറയുന്നത്. അതായത് ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക്, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുരുത്തക്കേടോ തെറ്റോ കാണിച്ചിട്ടുണ്ടെങ്കിൽ, നീഡഡ് ടു റൺ അവേ ആൻഡ് ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. അപ്പം ഞാൻ എന്തായാലും വരും, അവിടുന്ന് ഓടേണ്ടി വരും. ഓടിക്കഴിഞ്ഞാൽ എന്നെ പിടിക്കാനോ എന്നെ ഓടിത്തോപ്പിക്കാനോ വളരെ വാലിഡ് ആയിട്ടുള്ള റീസൺ ആണ്. സോ വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂം മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച്, അത്തരം കാര്യങ്ങളും ചിന്തകളും ഒക്കെ ആയി മുഴുകി അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യുക, കസാരയിൽ വന്നിരുന്നു. There were no more sounds from above. പിന്നെ ശബ്ദങ്ങളൊന്നും മേലെ ഒന്നും കേട്ടില്ല. അപ്പോൾ വളരെ ഇത്രയും നേരം ഡിസ്റ്റർബിംഗ് ആയി ഇദ്ദേഹത്തിൻ്റെ ഈ സുന്ദര സ്വപ്നങ്ങളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന ദാറ്റ് സൗണ്ട് അത് പിന്നെ കേട്ടില്ല. Suddenly there came a dull thud as if a rubber tube had fallen to the ground. അപ്പോൾ പെട്ടെന്നാണ് വളരെ വലിയ ഒച്ചയിൽ എന്തോ ഒരു സാധനം താഴെ വീഴുന്ന പോലെ ഒരു ശബ്ദം കേട്ടത്. അല്ലേ, ഒരു റബ്ബർ ട്യൂബൊക്കെ മേലെ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ശബ്ദമല്ലേ, thud എന്നുള്ളൊരു ശബ്ദം. ആ ശബ്ദം കേട്ടു. Surely nothing to worry about it. അല്ലേ, പേടിക്കാനൊന്നും ഉണ്ടാവില്ല. Even so, I thought I would turn round and take a look. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കാതെ തീരുമാനിച്ചു. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. ആ തിരിഞ്ഞ ആ ഒരു നിമിഷത്തിൽ തന്നെ വലിയൊരു പാമ്പ് എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ ഷോൾഡറിൽ വന്ന് വീണു. The snake's landing on me and my turning were simultaneous. അപ്പോൾ ആ പാമ്പ് എൻ്റെ മേലെ വന്ന് വീണതും ഞാൻ തിരിഞ്ഞതും ഒരേ സമയത്തായിരുന്നു. സൈമൾട്ടേനിയസ് എന്നുള്ളതിൻ്റെ മീനിങ് എന്തായിരിക്കും?
ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൈമൾട്ടേനിയസ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. SIMULTANEOUS, സൈമൾട്ടേനിയസ്. അപ്പോൾ ഒരേ സമയം നടക്കുന്ന ഒന്നിലധികം കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് സൈമൾട്ടേനിയസ്. I didn't jump, I didn't tremble. അല്ലേ, ഞാൻ ഒന്ന് ചാടി നോക്കിയതില്ല, ഞാനൊന്ന് വരച്ചത് പോലുമില്ല. I didn't cry out, ഞാൻ കരഞ്ഞത് പോലുമില്ല. There was no time to do any such a thing. അപ്പോൾ എന്താണ്, ഇതൊന്നും ധൈര്യം കൊണ്ടല്ല, പക്ഷെ ഇതൊന്നും ചെയ്യാനുള്ള സമയം എനിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം, ഈ എപ്പിസോഡ്സ് എല്ലാം കഴിഞ്ഞിരുന്നു. The snake slithered along my shoulder and coiled round my left arm above the elbow. The hood was spread out and it was hardly 3 or 4 inches from my face. അപ്പോൾ അത് ഷോൾഡറിൽ കൂടും, അവിടുന്ന് സ്ലിത്ത് ഇട്ടില്ലേ, മെല്ലെ എഴഞ്ഞ് എൻ്റെ ഷോൾഡറിലേക്ക് വന്നു, എൻ്റെ എൽബോൻ്റെ മേലെ മെല്ലെ അത് ചുറ്റി നിന്നു. ദ ഹുഡ് വാസ് സ്പ്രെഡ്, അല്ലെ ഹുഡ്, ദ ഹുഡ്, പാമ്പിൻ്റെ പത്തിക്കാണ് ഹുഡ് എന്ന് പറയാം. ദ ഹുഡ് വാസ് സ്പ്രെഡ് ഔട്ട് ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches from my face. ഹാർഡ്ലി, ആ വാക്കവിടെ നോട്ട് ചെയ്യണം. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ് എന്ന് പറഞ്ഞാൽ വളരെ ഉറപ്പായിട്ട് എന്നുള്ളൊരു അർത്ഥമല്ലേ. സ്റ്റഡി ഹാർഡ് എന്നൊക്കെ പറയും നമ്മൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഐ ഹാർഡ്ലി സ്റ്റഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ശക്തമായിട്ട് പഠിച്ചു എന്നല്ല, ഞാൻ പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഹാർഡ്ലി എന്നുള്ളത് ഒരു നെഗറ്റീവ് വേർഡാണ്. ഐ ഹാർഡ്ലി സ്റ്റഡീഡ് അല്ലെങ്കിൽ ഐ ഹാർഡ്ലി സോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നൊക്കെയാണ്. ഇവിടെ ഹാർഡ്ലി 3 or 4 inches away from a face, അതായത് എൻ്റെ ഫേസിൽ നിന്ന് ഹാർഡ്ലി 3 or 4 inches, അതായത് 3-4 ഇഞ്ചൊന്നും ദൂരത്തൊന്നും ആയിരിക്കില്ല, അത്രയും അടുത്തായിരിക്കും. അപ്പോൾ ഹാർഡ്ലി 3 or 4 inches എന്ന് പറഞ്ഞാൽ അത്രയും അടുത്തായതുകൊണ്ടാണ്. It would not be correct to say merely that I sat there holding my breath. അപ്പോൾ ശ്വാസം അടക്കി പിടിച്ചിരുന്നൊരു അവസ്ഥയായിരുന്നു. I was turned to a stone, അല്ലേ, ഞാൻ കല്ല് പോലെ ആയിപ്പോയി. കാര്യം അനങ്ങിയില്ല, ശ്വാസം പോലും വലിച്ചില്ല. But my mind was very active. The door opened into the darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in the flesh. അപ്പോൾ ശ്വാസം അടക്കി പിടിച്ചൊരു കല്ല് പോലെ ഇരിക്കുകയാണ് പേടിച്ചിട്ട്. കാരണം എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പാമ്പ് കൊത്തും, ഒന്നും ചെയ്യാൻ വയ്യ. പുറത്തേക്ക് നോക്കി, ആ ഡോറ് തുറക്കുന്നത് പുറത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു മുറ്റത്തേക്കാണ്. മുറ്റത്തിനെ ഫേസ് ചെയ്തിട്ടായിരുന്നു ആ റൂം ഉണ്ടായിരുന്നത്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. റൂമിൽ മൊത്തം ഇരുട്ടാണ്, ഇലക്ട്രിഫൈഡ് ആയിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല, ഒരു മണ്ണവിളക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം എന്താണ്, ഫുള്ളി ഇരുട്ടാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ഫ്ലഷ്. അപ്പോൾ ആ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എന്താണ്, മജ്ജയും മാംസവും ഉള്ള ഒരു കല്ലിനെ പോലെ ഞാനവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. I felt then the great presence of the creator of this world and this universe. God was there. Suppose I said something and he did not like it, I tried in my imagination to write in bright letters outside my little heart the words, "Oh God." അപ്പോൾ അദ്ദേഹം ദൈവത്തിനെയൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ദൈവമുണ്ട്, ഈ ലോകം മുഴുവൻ ക്രിയേറ്റ് ചെയ്ത ആ മഹാനായ ദൈവം ഇവിടെ എവിടെയോ ഉണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്, ഹൃദയത്തിൻ്റെ പുറത്ത് ഓ ഗോഡ്, ഓ ദൈവമേ എന്ന് എഴുതുന്ന പോലെയൊക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ്. അതായത് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിനോട് മാപ്പ് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ ഒരു കൊടുക്കിനകത്ത് ഊരി തരണം എന്നുള്ളത് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. There was some pain in my left arm. അപ്പോൾ ഇടത്തെ കൈൻ്റെ മേലെ പാമ്പ് ചുറ്റിയിട്ടുണ്ട്, ആ കൈ നല്ല വേദനിക്കാൻ തുടങ്ങി. It was as if a thick leaden rod made of molten fire was slowly but powerfully crushing my arm. അപ്പോൾ പാമ്പ് ചുറ്റി അവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നുന്നത് എന്താണ്, അല്ലെ, ഒരു ലെഡൻ റോഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ, അല്ലെ, തീയിലൊക്കെ ഇട്ട് ഉരുക്കിയ എന്തോ ഒരു കമ്പി എൻ്റെ കൈക്ക് ചുറ്റും ചുറ്റിയ പോലെയാണ് പുള്ളിക്കാരന് തോന്നുന്നത്. അപ്പോൾ സ്ലോലി ആണെങ്കിലും പവർഫുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, കൈ മെല്ലെ അമർത്തുന്നുണ്ട്. അത് The arm was beginning to be drained of all strength. അപ്പോൾ കൈക്കുണ്ടായിരുന്ന സകല ബലവും ചോർന്നു പോകുന്ന പോലെ തോന്നുകയാണ്. What could I do? The doctor was very helpless. What could I do? ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹം വളരെ ഹെൽപ്ലെസ് ആയിട്ട് സ്വയം ചോദിക്കുകയാണ്.
At my slightest movement, the snake would strike me. അല്ല, ഞാനൊന്ന് ചെറുതായിട്ട് മൂവ് ചെയ്താൽ പോലും ആ പാമ്പ് എന്ത് ചെയ്യും? കുത്തും. Death lurked 4 inches away. അപ്പോൾ മരണം എൻ്റെ 4 ഇഞ്ച് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. Suppose it struck, what was the medicine I had to take? ഒരു ഡോക്ടറാണ്. He was asking himself, ഇനി അഥവാ പാമ്പ് കൊത്തി കഴിഞ്ഞാൽ ഏത് മരുന്നാണ് ഞാൻ കഴിക്കുക? അയാളൊരു ഡോക്ടറാണെന്നുള്ള ആലോചിക്കണം. അപ്പോൾ ഇത്രയും സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരു ഡോക്ടറായിട്ട് പോലും അദ്ദേഹം ആലോചിക്കുകയാണ്, ഇനി അഥവാ ഈ പാമ്പ് കൊത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? ഹെൽപ്ലെസ് ആണ് അദ്ദേഹം. കാരണം എന്ത് മരുന്ന് കഴിക്കണം എന്ന് പോലും ഒരു രൂപം അദ്ദേഹത്തിനില്ല. There were no medicines in the room. അല്ലേ? കാരണം റൂമിൽ ഒരൊറ്റ മരുന്ന് പോലും ഇല്ല. Even though he is a doctor, റൂമിൽ ഒരു മരുന്ന് പോലും ഉണ്ടായിരുന്നില്ല. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. അപ്പം എൻ്റെ ദുരന്താവസ്ഥയൊക്കെ മറന്ന് ഞാൻ സ്വയം ചിരിച്ചുപോയി. അല്ല, നേരത്തെ പറയുന്നുണ്ട് I was a doctor, but on top of that I was a bachelor. അല്ലെ, വളരെ സുന്ദരമായിട്ട് നടക്കണം അല്ലെങ്കിൽ ഹാൻസം ആയിട്ട് നടക്കണം എന്നുള്ളതിനൊക്കെ റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്? ഞാനൊരു ഡോക്ടറാണ്, കൂടാത്തത് ഞാൻ എന്താണ്, ഒരു ബാച്ചിലർ കൂടിയാണ്. ആ അഭിപ്രായം ഉണ്ടായിരുന്ന ഡോക്ടർ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്ന ഡോക്ടറുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, മാനസികാവസ്ഥ തന്നെ മാറിപ്പോയി. ഇപ്പൊ എന്താ പറയുന്നത്? ഐ വാസ് ബട്ട് എ poor, foolish and stupid doctor. ഞാൻ ഒരു പാവപ്പെട്ട മണ്ടനായിട്ടുള്ള ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഡോക്ടറാണ് സ്വയം വിലയിരുത്തുകയാണ്. ആ ഒരു ചിന്ത മാറി ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അയാൾ സ്വയം ചിരിച്ചു പോവാണ്. എത്ര വലിയ അപകടത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും അയാൾ അതൊക്കെ മറന്ന് സ്വയം ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്ര മണ്ടനായിരുന്നു, എത്ര സ്റ്റുപ്പിഡ് ആയിരുന്നു, അത്തരം രീതിയിലൊക്കെ ചിന്തിക്കണം എന്നുള്ളത് ആലോചിച്ച് അയാൾ സ്വയം ചിരിച്ചു പോവുകയാണ്. It seemed as if God appreciated that. പെട്ടെന്ന് ദൈവം അത് അപ്രീഷിയേറ്റ് ചെയ്ത പോലെ തോന്നിയായിരുന്നു. ദൈവം അത് അംഗീകരിച്ച പോലെ തോന്നി. എന്ത് സംഭവിച്ചു? The snake turned his head, it looked into the mirror and saw its reflection. ആ പാമ്പ് മെല്ലെ പത്തി തിരിച്ച സമയത്ത് കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം കണ്ടു. Its reflection. I do not claim that it was the first snake that had ever looked into a mirror. ഒരു കണ്ണാടി നോക്കി ആദ്യത്തെ പാമ്പാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ആ പാമ്പ് കണ്ണാടി നോക്കി. But it was certain that the snake was looking into the mirror. അല്ലെ, ആ കണ്ണാടിയിലേക്ക് ആ പാമ്പ് നോക്കുന്നുണ്ടായിരുന്നു. Was it admiring its own beauty? അത് അതിന്റെ സ്വന്തം സൗന്ദര്യം തന്നെ ആസ്വദിക്കുക, അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യത്തിനെ പറ്റി തന്നെ പുകഴ്ത്തുകയായിരുന്നു. നേരത്തെ നമ്മുടെ ഡോക്ടർ ചെയ്ത പോലെ. ഡോക്ടർ സ്വയം ആലോചിക്കുകയാണ്, ഞാൻ ചെയ്ത പോലെ ഇപ്പൊ പാമ്പ് സ്വയം തന്റെ സൗന്ദര്യ കണ്ണാടി കണ്ട് ആസ്വദിക്കുകയാണോ എന്ന് സംശയിക്കുകയാണ്. Was it trying to make an important decision of growing a mustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? അപ്പോൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മീശ വയ്ക്കുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ കണ്ണെഴുതുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പൊട്ട് തൊടുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ച് സൗന്ദര്യത്തെ കുറിച്ചാണോ ആ പാമ്പ് ആശങ്കപ്പെടുന്നതെന്ന് ഡോക്ടർ ആലോചിക്കുകയാണ്. ബിക്കോസ് ഹി വാസ് ഡൂയിങ് സച്ച് എ തിങ്. അല്ലെ, അദ്ദേഹം അതേപോലെ ഒരു കാര്യമായിരുന്നു കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഹി വാസ് മേക്കിംഗ് എവർ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. അല്ലെ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. മീശ വളർത്തുന്നതിനെ കുറിച്ചും, അല്ലെ, വളരെ തടിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചും. അങ്ങനെ നമുക്ക് കേട്ടാ സില്ലെന്ന് തോന്നുന്ന പുള്ളി ആ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ പുള്ളി വലിയൊരാളാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്ന സമയത്ത് പുള്ളി ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളായിരുന്നു അതൊക്കെ. അപ്പൊ അതേപോലെ ഈ പാമ്പും ചിന്തിച്ചു കൂട്ടുകയാണോ എന്നുള്ളത് ഡോക്ടർ സംശയിക്കുകയാണ്. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. പിന്നെ എടുത്ത ഭാഗം എല്ലാവരും വായിച്ചു നോക്കുക, ഒരു 2-3 ആവർത്തി വായിച്ചു നോക്കുക. അറിയാത്ത വാക്കുകൾ എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. ഗ്ലോസറിയിൽ നിങ്ങൾക്ക് മീനിങ്സ് ഉണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അതിൽ മീനിങ് കിട്ടുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് ഗൂഗിൾ ചെയ്യാതിരിക്കുക. ഒരു ഡിക്ഷണറി നോക്കി അതിൽ നിന്ന് വാക്കുകൾ എഴുതിയെടുക്കുക, അർത്ഥം എഴുതിയെടുക്കുക. ഓക്കെ, എന്നിട്ട് ആ വാക്കുകളുടെ അർത്ഥം ഇപ്പം തന്നെ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്ത പാരഗ്രാഫിൻ്റെ ചോദ്യങ്ങളെല്ലാം ആ ടെക്സ്റ്റ് ബുക്കിന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക, അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി സ്വയം പരിശോധിച്ച് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് ആവർത്തി വായിക്കുക. ഒരിക്കലും ഇംഗ്ലീഷ് ലാംഗ്വേജിനായിട്ടുള്ളൊരു ടച്ച് നിങ്ങൾ വിട്ടുപോകാണ്ടിരിക്കട്ടെ. ലോക്ക്ഡൗൺ ആണ്, വീട്ടിൽ ചുമ്മാതിരിക്കുകയാണ്. പഠിക്കണം എന്ന കാര്യം മറന്നു പോകരുത്. കുറച്ച് സമയമെങ്കിലും ഇംഗ്ലീഷ് വായിക്കാനും ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ സ്വയം എഴുതി നോക്കുവാനും വേണ്ടി സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം. സോ ഇത്രയും നമ്മളിന്ന് പറയുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളെ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒരു ചെറിയ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. വായിച്ച് ആസ്വദിക്കാവുന്നതേ ഉള്ളൂ. വായിച്ച് നോക്കുക, ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തി നോക്കുക. താങ്ക് യു.